So laterally supported beams in ഒരു question last ക്ലാസ്സിൽ ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഡിസൈൻ ക്വസ്റ്റ്യൻ ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So design a simply supported beam 5 meters span to carry a reinforced concrete floor to support a UDL live load of 20 kilonewton per meter and dead load 20 kilonewton per meter. The compression flange of the beam is laterally supported throughout the length. ഈ ഒരു ക്വസ്റ്റ്യനിൽ സ്പാൻ തന്നിട്ടുണ്ട് ടു ക്യാരി എ RC floor to support a live load of 20 kilonewton and dead load 20 kilonewton. So ഇങ്ങനെ ഒരു laterally supported beam section, ഇത് ഒരു സ്ലാബ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് സപ്പോർട്ടിങ് എ റീഇൻഫോഴ്സ്ഡ് സ്ലാബ് ആൻഡ് ഈ സ്ലാബിൽ നിന്നുള്ള ലൈവ് ലോഡ് ആണ് പറയുന്നത്. ദ ലൈവ് ലോഡ് ഫ്രം ദിസ്, അതായത് ഈ ലൈവ് ലോഡ് ഈ സ്ലാബിൽ നിന്ന് ആക്ട് ചെയ്യുന്ന ലൈവ് ലോഡ്. സോ ദാറ്റ് ലൈവ് ലോഡ് ഇസ് 20 kilonewton and its dead load is also 20 kilonewton per meter. And the compression flange, ഈ compression flange is laterally supported. Okay, laterally this part is supported throughout the length. Okay, throughout its length it is laterally supported. So laterally supported question the first step എന്തായിരുന്നു? Load calculation ആണ്. Given dead load, live load, and from that you can find the total load. അപ്പോൾ ഇത് UDL തന്നെയാണ് തന്നിരിക്കുന്നത്. സോ ടോട്ടൽ ലോഡ് ഇസ് 20 + 20 40 kilonewton meter. ഈ ഗിവൺ ലോഡിനെ ഫാക്ടേർഡ് ആക്കുക, ദറ്റ് ഈസ് 1.5 × 40, യു വിൽ ഗെറ്റ് 60 kilonewton per meter. സോ ഇതാണ് ടോട്ടൽ ലോഡ്, ടോട്ടൽ ഫാക്ടേർഡ് ലോഡ് വാല്യൂ. അഗെയിൻ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് bending moment and shear force due to load. So bending moment, maximum bending moment is WL²/8. Span തന്നിട്ടുണ്ട് 5 meter എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ W is 60 × 5²/8 and then next is factored shear force WL/2. So 60 × 5/2. Okay, 60 × 5/2. സോ 150. അപ്പോൾ നമുക്ക് കിട്ടേണ്ട, സോ ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ 187.5ഉം, ഓക്കെ, അതായത് ഇതാണ് എം വാല്യൂ. എം വാല്യൂ ഇസ് 187.5 ആൻഡ് വി വാല്യൂ ഇസ് ദിസ് ഇസ് വി വാല്യൂ. വി വാല്യൂ ഇസ് 150 kilonewton. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ടോട്ടൽ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് റിക്വയർഡ്. Okay, so plastic section modulus is ZPZ is equal to M gamma m0/Fy. So moment 187.5 and gamma m0. Okay, 187.5 that is kilonewton meterലാണ്, അതിനെ ന്യൂട്ടൺ mm കൺവേർട്ട് ചെയ്തതാണ് into 10⁻⁶. Okay, then gamma m0 is 1.1 and Fy is 250. So you will get the ZPZ required is equal to 825 cm3. ഓക്കെ, അപ്പോൾ ഇതിനേക്കാളും ഒരു ഹയർ ആയിട്ടുള്ളൊരു സെക്ഷൻ ചൂസ് ചെയ്യുക. ഈ ഒരു ഗിവൺ ZPZ വാല്യൂവിനേക്കാളും ഹയർ ആയിട്ടുള്ളൊരു സെക്ഷൻ ചൂസ് ചെയ്യുക. ആൻഡ് ദാറ്റ് ക്യാൻ ബി ചൂസൺ ഫ്രം IS 800 പേജ് 138 Annex Hൽ തന്നിട്ടുണ്ട്. സോ ISLB സെക്ഷനോ ISMB സെക്ഷനോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. Okay, so here I am choosing ISLB section of 350 and അപ്പോൾ അതിൻ്റെ ZPZ വാല്യൂ എന്ന് വെച്ചാൽ 851 ആണ്. ഓക്കെ, നമുക്ക് വേണ്ടത് 825 ആണ്. 851 ഉള്ള വാല്യൂ ആണ് ഞാൻ ചൂസ് ചെയ്തത്. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ഇഫ് യു ചൂസ് എ ഹയർ സെക്ഷൻ. ഹയർ ആയിട്ടുള്ള, കുറച്ചും കൂടെ ഹയർ ആയിട്ടുള്ള ഒരു സെക്ഷൻ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഈ കുറച്ച് ഡിഫറൻസ് ഉള്ളെങ്കിൽ സംടൈംസ് ഏതെങ്കിലും ഒരു ചെക്ക് വരുമ്പോഴത്തേക്ക് അത് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് ഇല്ല. ഓക്കെ, സോ യു ക്യാൻ ചൂസ് എ ഹയർ സെക്ഷൻ ഓൾസോ. ഇതിനേക്കാളും ഒരു ഹയർ ആയിട്ടുള്ള സെക്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ ഹിയർ ഫോർ ISLB സെക്ഷൻ ഫ്രം പേജ് 138 യു ക്യാൻ ഗെറ്റ് ദി ഫോളോയിങ് പ്രോപ്പർട്ടീസ്. ഓക്കെ, അതായത് ഡെപ്ത് ഓഫ് ദി ബീം ദർ ഇസ് 350 mm. Depth of that section is 350 mm. Width of flange
165, thickness of flange 11.4, then thickness of web 7.4, RZ, RY, Z, EZ. Z, EZ എന്ന് വെച്ചാൽ ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ആണ്, ആൻഡ് ZPZ is the plastic section modulus. ഓക്കെ, അഗെയിൻ റിമൈനിങ് വാല്യൂസ് നമുക്ക് കിട്ടുന്നത് SP6 നിങ്ങൾ ഈ ഒരു ഈ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂസ് IZZും IYY വാല്യൂസും അതുപോലെ തന്നെ റേഡിയസ് അറ്റ് റൂട്ടും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, 16 mm. അത് ഈ 3 വാല്യൂസ് നമ്മൾ SP6 നിന്നാണ് എടുക്കേണ്ടത്. സോ SP6 പേജ് 2 ISLB 350 കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂ ആൻഡ് റേഡിയസ് അറ്റ് റൂട്ട് വാല്യൂ എഴുതുക. ദെൻ യു ക്യാൻ ഡ്രോ ദി ഫിഗർ വിത്ത് ഗിവൺ ഡീറ്റെയിൽസ്. ഓക്കെ, ഈ ഒരു പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള ഫിഗർ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. സോ മാർക്ക് H350, ദെൻ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച്, width of flange, then thickness of web. Again we have to find this D value. Okay, ഈ D value എങ്ങനെ കിട്ടുക? D means total height ൽ നിന്ന്, അതായത് total H or D. Okay, D minus this thickness of flange minus radius of root. Okay, so D minus 2 times thickness of flange plus, so ഇങ്ങനെയാണ് നമുക്ക് ഈ smaller D കിട്ടുന്നത്. Okay, so next is section classification, which is given in IS 800 page 18. so അതിൽ 3 കാര്യങ്ങളാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. that is, one is B by TF. B by TF എന്ന് വെച്ചാൽ ഫ്ലാഞ്ച് സെക്ഷൻ എങ്ങനെയാണെന്നാണ് നോക്കേണ്ടത്. Okay, so B by TF is equal to, where B is equal to BF by 2 and that is 82.5 and TF is equal to 11.4. നമുക്ക് 7.23 ആണ് കിട്ടുന്നത്. സോ 7.23 ഈസ്, അപ്പോൾ അതിൽ നോക്കുക, നിങ്ങൾ ആ ടേബിളിൽ 7.23 എന്ന് വെച്ചാൽ ഏത് കണ്ടീഷനിലാണ് വരുന്നതെന്ന് നോക്കുക. ഓക്കെ, സോ 7.23 ഈസ് ലെസ് ദാൻ 9.4. സോ നമുക്ക് ആ ഒരു വാല്യൂ, അതായത് ആദ്യത്തെ അത് പ്ലാസ്റ്റിക് സെക്ഷനാണ്. സോ അതാണ് ഫ്ലാഞ്ചിൻ്റെ സെക്ഷൻ. ഓക്കെ, so that is plastic. Then depth of web you will get as already discussed. Then D by TW cheyuga. D is equal to 295.2 by TW 7.4. you are getting 39.89. 39.89 ഏതിലാണ് വരുന്നത്, ഏത് ക്ലാസ്സിലാണ് വരുന്നതെന്ന് ചെക്ക് ചെയ്യുക. സോ അത് 84 less than 84 E, so it is coming under class plastic section, class 1 plastic section. So you can finalize that hence the section is plastic. Okay, again ഒരു condition കൂടി ഉണ്ട് to check the shear buckling of the web. That is, D by TW should be less than 67 epsilon. അങ്ങനെയാണെങ്കിൽ it is not susceptible to shear buckling. Okay, again epsilonന്റെ വാല്യൂ ഇവിടെ 1 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്, കാരണം epsilon is equal to root of Fy by 250. Okay, Fy value 250 ആണ്. So root of 250 by 250, that is equal to 1. Okay, again next we have to check for shear. So V തന്നിട്ടുണ്ട് 150, നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ആൻഡ് ഡിസൈൻ ഷിയർ സ്ട്രെങ്തിൻ്റെ വാല്യൂ IS 800 ക്ലോസ് 8.4, ദറ്റ് ഈസ് പേജ് 59 തന്നിട്ടുണ്ട്. ഇക്വേഷൻ AVFYW by root 3 divided by gamma m naught. Okay, so അത് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ AV എന്ന് വെച്ചാൽ H into TW ആണ്. So H is equal to 350 and TW 7.4, so 2590 mm square എന്ന് കിട്ടും. That into FYW. FYW എന്ന് വെച്ചാൽ that is the വെബിലുള്ള FY value ആണ് FYW. Okay, so 250 and divided by root 3, you will get VDM. Finally, you will get the design shear strength is equal to 339.84 kilonewton. So that is greater than, so this is VD value. VD value is greater than V value. അതുകൊണ്ട് section safe ആണ്. Okay, next is we have to check for low shear or high shear. So 0.6 VD.
നോക്കുക ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് ഷിയർ ഫോഴ്സ് വി. സോ 0.6 VD ചെയ്യുമ്പോഴത്തേക്ക് യു ആർ ഗെറ്റിംഗ് 203 വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 150. Okay, so in this case V is less than 0.6 VD. അതുകൊണ്ട് ഇത് ലോ ഷിയറിൻ്റെ കേസാണ്. ലോ ഷിയറിൻ്റെ കേസിൽ മൊമെൻറ്റിൻ്റെ ചെക്ക് ചെയ്യേണ്ടത് ആസ് പെർ ക്ലോസ് 8.2.1.2 പേജ് 53 MDയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ബീറ്റ ബി ഇസെഡ് പി എഫ് വൈ ബൈ ഗാമ എം നോട്ട്. ഇതാണ് ലോ ഷിയർ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മൊമെൻറ്റ് ഇക്വേഷൻ. Okay, so here beta B is equal to 1 for plastic section and Fy is equal to 250. Then MD value calculate ചെയ്യുക. Okay, so Z P value 851.11 ആണ് and into 250 by 1.1 you're getting 193.43 which is greater than 187.5. Hence MD greater than M ആയതുകൊണ്ട് section is safe. And ഈ ഒരു MD value shall be less than 1.2 ZEFY by gamma M naught. അതും കോഡിൽ തന്നിട്ടുണ്ട്. ഇത് സിംപ്ലി സപ്പോർട്ടഡ് ബീമിനാണെങ്കിൽ 1.2 വരും. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീമിനാണെങ്കിൽ 1.2 ആൻഡ് കാൻറ്റിലിവർ ബീമിനാണെങ്കിൽ 1.5 ZEFY by gamma M naught. സോ ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് കേസാണ്. ഓക്കെ, so ഇതാണ് ഇക്വേഷൻ. ഇതിൽ Z E വാല്യൂ ദറ്റ് ഇസ് സെക്ഷൻ ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസിൻ്റെ വാല്യൂ ആണ് 751.9 ഇൻറ്റു 250 ഇൻറ്റു 10⁻3. ഓക്കെ, ഈ 751.9 ഇൻറ്റു 10⁻3 ദിസ് ഇസ് ZE. Then Fy and 1.2 then gamma M naught. So you are getting an MD value is 205 which is you're getting this 1.2 is at Fy by gamma M naught in the value 205 ആണ് കിട്ടുന്നത്. So MD value 193 ആയിരുന്നു കിട്ടിയത്. Okay, so the condition is satisfied here. അതായത് MD is less than 1.2 is at Fy by gamma M naught. Hence it is safe. Again we have to, next step is deflection check ചെയ്യുക. Okay, ആദ്യത്തെ സ്റ്റെപ്പ് ലോഡ് കാൽക്കുലേഷൻ, then bending moment and shear force, then section classification. Okay, we are choosing a section and after that section classification, then shear check ചെയ്തു, moment check ചെയ്തു, and next is deflection check. So deflection checkൽ permissible deflection, simple span, brittle നമ്മൾ L/300 തന്നെയാണ് എടുക്കുന്നത്. So that is equal to length clear span എന്ന് വെച്ചാൽ 5 into 10⁻3 ആണ് divided by 300. So 16.67 mm ആണ് deflection, permissible deflection കിട്ടുന്നത്. So actual deflection shall be less than permissible deflection. Actual deflection എത്രയായിരിക്കും for a simply supported beam? It is 5W L⁻4 by 384 EI. ഈ L വാല്യൂ ഇതിൽ ഈ W വാല്യൂ എന്ന് വെച്ചാൽ വർക്കിംഗ് ലോഡാണ്. ഓക്കെ, സോ വർക്കിംഗ് ലോഡ് 40 ആണ്, ഫാക്ടേർഡ് ആണ് 60 kN/m. സോ ഇവിടെ വർക്കിംഗ് ലോഡ് എഴുതുക. ഓക്കെ, സോ 5/384 ഇൻറ്റു 40 ഇൻറ്റു 5 ഇൻറ്റു 10⁻3 4 by 2 ഇൻറ്റു 10⁻5 അതാണ് ഈ വാല്യൂ ഇൻറ്റു I. ഓക്കെ, സോ I വാല്യൂ എഴുതുക ആൻഡ് യു ആർ ഗെറ്റിംഗ് ഇറ്റ് ആസ് 12.369. So 16 ആയിരുന്നു പെർമിസിബിൾ, അതിനേക്കാളും ലെസർ വാല്യൂ ആണ്. ഹെൻസ് ദ സെക്ഷൻ ഇസ് സേഫ് ഇൻ ഡിഫ്ലക്ഷൻ. നെക്സ്റ്റ് ഇസ് ചെക്ക് ഫോർ വെബ് ബെയറിംഗ്. വെബ് ബെയറിംഗ് ചെക്ക് ചെയ്യുക. സോ അതിൻ്റെ ഇക്വേഷൻ 8.7.4 പേജ് 64 തന്നിട്ടുണ്ട്. ഇതിൽ B1 വി ക്യാൻ അസ്യൂം ഇറ്റ് ഇസ് 100 ആയിട്ട് അസ്യൂം ചെയ്യുക. N2 is equal to 2.5 TF plus R1 and then into TW Fy by gamma M naught. Okay, so TF ൻ്റെ വാല്യൂ R1ൻ്റെ വാല്യൂ നമുക്ക് അറിയാം, TW അറിയാം, FYW അറിയാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു ആർ ഗെറ്റിംഗ് എ വാല്യൂ 260.345 kN which is greater than 150. ഓക്കെ, അപ്പോൾ വെബ് ബെയറിംഗ് ആ ഒരു സ്ട്രെങ്ത്, വെബിൻ്റെ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദി ഷിയർ ഫോഴ്സ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് ദ ഡിസൈൻ ഇസ് ഓക്കെ. So we need not provide any web stiffeners. Clear? So ഇതാണ് സ്റ്റെപ്സ്. അഗെയിൻ ലോ ഷിയർ കേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെബിൻ്റെ ബക്ലിങ് നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ.
Again നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Design a laterally supported beam of effective span 6 meter for the following data. സ്റ്റീലിൻ്റെ ഗ്രേഡ് തന്നിട്ടുണ്ട്. ഹിയർ നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റും വിയും തന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ ഈസ് നോട്ട് റിക്വയർഡ്. ഇതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ പറയുന്നത് കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട, അല്ലാതെ നോർമലി ഒരു ക്വസ്റ്റ്യനിൽ വി ഹാവ് ടു ചെക്ക് ഫോർ ഷിയർ മൊമെൻറ്റ്, ഡിഫ്ലക്ഷൻ എല്ലാം ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യേണ്ട എന്ന് പറയുന്നത് കൊണ്ട് അത് നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അഗെയിൻ അസ്യൂം സ്റ്റിഫ് ബെയറിംഗ് ലെങ്ത്. ഓക്കെ, സ്റ്റിഫ് ബെയറിംഗ് ലെങ്ത് എന്ന് വെച്ചാൽ B1 വാല്യൂ ദറ്റ് ഇസ് 100 mm. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ലാറ്ററലി സപ്പോർട്ടഡ് ബീംസിൻ്റെ ഡിസൈൻ ചെയ്യാനാണ് പറയുന്നത്. ഹിയർ യു ആർ ഗിവൺ ദി വാല്യൂസ് എം ആൻഡ് ബി. എമ്മും വിയും തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോഡ് കാൽക്കുലേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് ദാറ്റ് ഈസ് ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ഓൾറെഡി ഗിവൺ. Okay, so first and second step is not required in this question. So V is equal to 210 and M is equal to 150 kilonewton meter. Again, next step എന്തായിരിക്കും? ഇപ്പോൾ total plastic section required എത്രയാണെന്ന് നോക്കാം. That is ZPZ is equal to M gamma M naught by Fy. Okay, M ൻ്റെ വാല്യൂ 150 kilonewton meter ആണ്. into 10 raised to 6 അതിനെ ന്യൂട്ടൺ mmലേക്ക് കൺവേർട്ട് ചെയ്യുക. into 1.1 by 250 you are getting the value as 660 centimeter cube. അപ്പോൾ ഈ 660 centimeter cube ZPZ-നേക്കാളും ഹയർ ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടുന്ന സെക്ഷൻ ചൂസ് ചെയ്യുക. ഓക്കെ, സോ യു ഹാവ് ടു സെലക്ട് എ സ്യൂട്ടബിൾ സെക്ഷൻ. സോ ഫ്രം പേജ് 138 you can select a suitable section that is H is equal to 350 mm. ഓക്കെ, ISLB 350 ആണ് ഇവിടെ ഞാൻ ചൂസ് ചെയ്തത്. So H is equal to 350 mm. Width of flange is 165. അതിൻ്റെ പ്രോപ്പർട്ടീസ് എഴുതുക. ഓക്കെ, ഈ ISLB സെക്ഷൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഇവിടെ എഴുതിയേക്കാം. ഓക്കെ, സോ width of flange 165, thickness of flange 11.4, thickness of web 7.4, RZ, RY, ZEZ and ZPZ. Then ബാക്കി അതായത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂവും റേഡിയസ് അറ്റ് റൂട്ടും ഈ രണ്ട് വാല്യൂസും യു ക്യാൻ ചൂസ് ഇറ്റ് ഫ്രം SP6 നിന്ന് എടുക്കാം. ഓക്കെ, അഗെയിൻ ഡ്രോ ദ ഫിഗർ. ഈ ഒരു ഫിഗേഴ്സ് നമ്മൾ സെക്ഷൻ ഏത് സെക്ഷനാണോ എടുത്തത് ആ സെക്ഷൻ്റെ ഫിഗർ വരയ്ക്കുക, മാർക്കിംഗ് ഓൾ ദി ഡയമെൻഷൻസ്. അഗെയിൻ നെക്സ്റ്റ് സെക്ഷൻ ക്ലാസിഫിക്കേഷൻ. സോ സെക്ഷൻ ക്ലാസിഫിക്കേഷനിൽ B/TF ചെക്ക് ചെയ്യുക. സോ ഇറ്റ് ഈസ് 7.23 എന്നൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് ലെസ് ദാൻ 9.4 എപ്സിലോൺ. സോ ക്ലാസ് 1 പ്ലാസ്റ്റിക് സെക്ഷനിലാണ് ഇത് വരുന്നത്. അഗെയിൻ D/TW ചെക്ക് ചെയ്യണം. സോ D is equal to depth of web which is equal to total depth minus 2 times TF plus R1. ഓക്കെ, സോ ടോട്ടൽ ഡെപ്ത് കിട്ടും. അഗെയിൻ D/TW എടുക്കുക. സോ 39.89 ആണ് which is less than 84 epsilon. So this is also coming under section plastic. So ഈ ഒരു ടോട്ടൽ സെക്ഷൻ നമുക്ക് പ്ലാസ്റ്റിക് ആണ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. അഗെയിൻ നെക്സ്റ്റ് വെബ് ഷിയർ ബക്ലിംഗ് ചെക്ക് ചെയ്യുക. ദറ്റ് ഇസ് D/TW shall be less than 67 epsilon. So the web is not susceptible to shear buckling. Okay. Again next is check for shear. ചെക്ക് ചെയ്യുക. ദറ്റ് ഈസ് ഡിസൈൻ ഷിയർ സ്ട്രെങ്തിൻ്റെ വാല്യൂ IS 800 ക്ലോസ് 8.4 തന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് VD വാല്യൂ ഫൈൻഡ് ചെയ്യുക. സിമിലർ സ്റ്റെപ്പ് തന്നെയാണ്. ദറ്റ് ഈസ് ഷിയർ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക H into TW then into FYW by √3 gamma M naught. ഓക്കെ, then proper substitution വഴി you will get value 339.84 kilonewton എന്ന് കിട്ടും, which is greater than 150 and hence this section is safe. Then check for low shear ആണോ ഹൈ ഷിയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. സോ 0.6 VD എത്രയാണ് കിട്ടുന്നത്? 203 ആണ് കിട്ടുന്നത്. ഓക്കെ, അഗെയിൻ വാട്ട് വാസ് അവർ V വാല്യൂ? V 210 ആണ്. പക്ഷേ ഇവിടെ 0.6 VD കിട്ടുന്നത് 203 ആണ്. ഓക്കെ, സോ V is greater than 0.6 VD. So here V is greater than 0.6 VD and hence this is the case for a high shear.
ഹൈ ഷിയറിൻ്റെ കേസിൽ മൊമെൻറ്റിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ചെക്ക് ഫോർ മൊമെൻറ്റസ് ക്ലോസ് 8.2.1.3 പേജ് 53 തന്നിട്ടുണ്ട്. ഓക്കെ, സോ സിൻസ് വി ഈസ് ഗ്രേറ്റർ ദാൻ 0.6 വി ഡി, എം ഡി ഈസ് ഈക്വൽ ടു എം ഡി വി. ഓക്കെ, ആൻഡ് എം ഡി വിയുടെ വാല്യൂ എത്ര വരും? എം ഡി വി ഈസ് ഈക്വൽ ടു, ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ. എം ഡി വി ഈസ് ഈക്വൽ ടു എം ഡി മൈനസ് ബീറ്റ എം ഡി ബൈ എം ഡി മൈനസ് എം എഫ് ഡി. ആൻഡ് ഈ ഒരു വാല്യൂ ദറ്റ് ഷാൽ ബി ലെസ് ദാൻ 1.2 ZEFY ബൈ ഗാമ എം നോട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ ഇതിൽ എം ഡി കാൽക്കുലേറ്റ് ചെയ്യുക, ദറ്റ് ഇസ് ബീറ്റ ബി. ഇവിടെ ഈ എം ഡി വാല്യൂ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ എം ഡി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നോർമൽ ഇക്വേഷനാണ്, ദറ്റ് ഈസ് ബീറ്റ ബി ഇസഡ് പി എഫ് വൈ ബൈ ഗാമ എം നോട്ട്. ഓക്കെ, ഇത് നമ്മൾ ലോ ഷിയറിൻ്റെ കേസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ്. സോ ബീറ്റ ബി ഇൻറ്റു ഇസഡ് പി എഫ് വൈ ബൈ ഗാമ എം നോട്ട്. അഗെയിൻ beta b1 ZP 851.11 into 10 raised to 3, Fy is 250 divided by gamma m naught is 1.1. So നമുക്ക് കിട്ടുന്ന വാല്യൂ, എം ഡിയുടെ വാല്യൂ 193.43 into 10 raised to 6 ന്യൂട്ടൺ മീറ്റർ ഓർ 193.43 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് കിട്ടുന്നത്. അഗെയിൻ ബീറ്റ ഇസ് ഈക്വൽ ടു, ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ദറ്റ് ഇസ് 2v by vd minus 1 square. ഓക്കെ, ഇവിടെ ഷിയർ ഫോഴ്സ് വി എന്ന് വെച്ചാൽ 210 ആണ്, വി ഡി നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ആണ്. ഓക്കെ, സോ ഇതിൽ നിന്ന് ബീറ്റ വാല്യൂ കിട്ടും 0.0556 എന്ന് കിട്ടും. ഓക്കെ, എഗെയിൻ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് എം എഫ് ഡി വാല്യൂ ആണ്. ഓക്കെ, എം എഫ് ഡി വാല്യൂ ആണ് നെക്സ്റ്റ് വേണ്ടത്. ഈ എം എഫ് ഡി കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എം എഫ് ഡി ഈസ് ഈക്വൽ ടു ഇസഡ് എഫ് ഡി ഇൻറ്റു എഫ് വൈ ബൈ ഗാമ എം നോട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ ദറ്റ് ഈസ് എം ഇസ് ഈക്വൽ ടു സിഗ്മ ഇസഡ്. ഓക്കെ, സിഗ്മ അല്ലെങ്കിൽ എഫ് വൈ ഇൻറ്റു ഇസഡ്. എം ഇസ് ഈക്വൽ ടു എഫ് വൈ ഇൻറ്റു ഇസഡ്. ഇതിൻ്റെ കൂടെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കൂടെ എഴുതുക. സോ എം എഫ് ഡി ഈസ് ഈക്വൽ ടു ഇസഡ് എഫ് ഡി. സോ ഇസഡ് എഫ് ഡി കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്? സോ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ഓഫ് നമ്മളിവിടെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഐ സെക്ഷൻ ആണെങ്കിൽ, ഓക്കെ, റോൾഡ് സെക്ഷനാണ്. ഓക്കെ, റോൾഡ് സെക്ഷൻ എന്ന് വെച്ചാൽ ഈ ഒരു കംപ്ലീറ്റ് ഇതൊരു സിംഗിൾ സെക്ഷനായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ബിൽട്ട് അപ്പ് സെക്ഷൻ അല്ല, ഇറ്റ് ഇസ് എ റോൾഡ് സെക്ഷൻ. സോ ഈ ഒരു റോൾഡ് സെക്ഷൻ്റെ കേസിൽ ഓക്കെ, ഈ ഒരു ഷിയർ ഫോഴ്സ്, ഈ ഒരു ഹൈ ഷിയർ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യുന്ന പോർഷൻ എന്ന് വെച്ചാൽ ഈ വെബിൻ്റെ ടോട്ടൽ ഈ ഒരു പോർഷനായിരിക്കും റെസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പോർഷനായിരിക്കും റെസിസ്റ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു പോർഷൻ്റെ ഇസഡ് പി പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ആണ് നമുക്ക് വേണ്ടത്, ഇസഡ് പി ഇസഡ് വാല്യൂ ആണ് വേണ്ടത്. ഓക്കെ, സോ അത് കിട്ടാനായിട്ട് ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ ബി ടി സ്ക്വയർ ബൈ ബി എച്ച് സ്ക്വയർ ബൈ 4 ആണ്. ഓക്കെ, ഒരു സാധാ ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ ഇക്വേഷൻ, പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസിൻ്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോർഷൻ്റെ ഈ ഒരു പോർഷൻ്റെ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ടോട്ടൽ ഈ ഒരു ഡെപ്ത് ഡി, ഈ ഒരു വിഡ്ത്ത് ടി ഡബ്ല്യു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തുമായിരിക്കും ഇവിടെ ഇതിൻ്റെ ഇസഡ് പി വാല്യൂ? ദറ്റ് ഈസ് ഈക്വൽ ടു ടി ഡബ്ല്യു, ദറ്റ് ഈസ് ദ വിഡ്ത്ത്, ദെൻ എച്ച് എന്ന് വെച്ചാൽ ഡി, സോ ബൈ 4. ഓക്കെ, സോ ഡി സ്ക്വയർ ടി ഡബ്ല്യു ബൈ 4 അതാണ് ഈ ഒരു ഇക്വേഷൻ. ഓക്കെ, ഡി സ്ക്വയർ ടി ഡബ്ല്യു ബൈ 4 ഇൻറ്റു എഫ് വൈ ഇൻറ്റു ഗാമ എം നോട്ട്. സോ ദറ്റ് ഈസ് എം എഫ് ഡി വാല്യൂ. സോ ഇതാണ് എം എഫ് ഡി. ഓക്കെ, അപ്പോൾ ഈ വാല്യൂയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി സ്ക്വയർ ഇസ് 350 ആൻഡ് ടി ഡബ്ല്യു 7.4 ഇൻറ്റു 250 ബൈ 4 ഇൻറ്റു 1.1 നമുക്ക് എം എഫ് ഡി വാല്യൂ കിട്ടും. ഓക്കെ, again ഈ values MFD value, then MD value and beta. So ഈ values ഒക്കെ നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So we will get MDV value. Okay, that is MD minus beta into MD minus MFD. Okay,
സോ ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 185 എന്നാണ് കിട്ടുന്നത്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ മൊമെൻറ്റ്. ഓക്കെ, സോ എം ഡി വി ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് മൊമെൻറ്റ് വാല്യൂ, ഹെൻസ് ദ സെക്ഷൻ ഇസ് സേഫ്. ഒരു ചെക്കും കൂടിയുണ്ട്, ദറ്റ് ഈസ് this MDV value shall be less than 1.2 ZEFY by gamma m naught. Okay, so 1.2 ZEFY by gamma m naught 205 ആണ് കിട്ടുന്നത്. Okay, so 205, so MDV is less than 205, hence the section is safe. Again, next നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഇവിടെ ഡിഫ്ലക്ഷൻ്റെ സ്റ്റെപ്പ് വേണ്ട എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് ആ ഒരു ചെക്ക് നിങ്ങൾ ചെയ്യേണ്ട. The next is check for web bearing. So web bearing check ചെയ്യാനായിട്ട് IS 800 clause 8.7.4 page 6 FW is equal to B1 N2 TW FY W by gamma m naught. Okay, so ഇതിൽ B1 is equal to 100 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Then N2 is equal to 2.5 TF plus R1. Okay, so ഇവിടെ നിന്ന് നമുക്ക് you are getting the values. So FY value കിട്ടും 283.386, which is greater than 210, hence this is safe. Okay, ഇനി ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്, that is check for web buckling. കാരണം ഹൈ ഷിയർ കേസിൽ we will also check the web buckling കേസും കൂടെ ചെക്ക് ചെയ്യും. Okay, so and web buckling കൂടെ നിങ്ങൾ ഇവിടെ ചെയ്യുക. Okay, do that as homework. So web buckling ചെയ്യാനായിട്ട് സ്റ്റെപ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, വെബ് ബക്ലിംഗ് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. ഇത് ഹൈ ഷിയർ കേസിൽ മാത്രമാണ് വെബ് ബക്ലിംഗ് ചെക്ക് ചെയ്യേണ്ടത്. ക്ലോസ് 8.7.3.1 പേജ് 67 ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇക്വേഷൻ എന്താ? B1 N1 TW FCD. ഇതിൽ B1 എന്ന് വെച്ചാൽ 100, N1 എന്ന് വെച്ചാൽ H/2. ഓക്കെ, H/2 അല്ലെങ്കിൽ ക്യാപിറ്റൽ D/2. ദെൻ TW then FCD ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ FCD വാല്യൂ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? KL by R minimum and buckling class. ഓക്കെ, ഇതിൽ നിന്നാണ് ബക്ലിംഗ് ക്ലാസ് C ആയിട്ടാണ് എടുക്കേണ്ടത്. ഇതിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ KL by R min value, അത് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾ കംപ്രഷൻ മെമ്പേഴ്സിൽ മൊഡ്യൂൾ 2 ചെയ്തതുപോലെ, മൊഡ്യൂൾ 3 ചെയ്തതുപോലെ FCD വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് KL by R minimum അതും വേണം. ബക്ലിംഗ് ക്ലാസ് C ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ KL by R minimum കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 2.5 DW by TW എടുത്താൽ മതി. ഓക്കെ, സോ 2.5 DW by TW ആണ് KL by R minimത്തിൻ്റെ ഇക്വേഷൻ. സോ അതിൽ നിന്ന് യു ആർ ഗെറ്റിംഗ് 2.5 DW TW. ഓക്കെ, സോ KL by R മിനിമത്തിന് ഒരു വാല്യൂ കിട്ടും. അഗെയിൻ ഈ ഒരു വാല്യൂ ബക്ലിംഗ് ക്ലാസ് C. ഓക്കെ, നമുക്കൊരു ടേബിളുണ്ട്, ആ ടേബിളിൽ നിന്ന് ബക്ലിംഗ് ക്ലാസ് ടേബിൾ 9C. ഓക്കെ, ടേബിൾ 9Cയിൽ നിന്ന് എത്രയാണ് FCD വാല്യൂ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഈ FCD വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് വെബ് ബക്ലിങ്ങിൻ്റെ ചെക്ക്. ഓക്കെ, സോ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യന് നിങ്ങൾ ഈ ഒരു ചെക്കും കൂടെ ചെയ്യുക. അഗെയിൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. So next question is, a roof of a hall measuring 8 into 12 meter consists of a 100 mm thick RC slab supported on a steel I-beam spaced 3 meter apart. Finishing load is 1 kilonewton per meter square and live load 1.5 kilonewton per meter square. Design the beam. Okay, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കൊരു റൂഫ് തന്നിട്ടുണ്ട്.
Okay, so this is the roof. ഈ റൂഫിൻ്റെ ഡയമെൻഷൻ 8/12 ആണ്. ഓക്കെ, സോ 8 മീറ്റർ ബൈ 12 മീറ്റർ ആണ് ഡയമെൻഷൻ. ആൻഡ് അപ്പോൾ ഈ ഒരു റൂഫ് സപ്പോർട്ട് ചെയ്യുന്നത് ഐ ബീംസ് വെച്ചിട്ടാണ്. ഓക്കെ, സോ ഈ ഒരു റൂഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ബീംസ് ആണിത്. ഓക്കെ, ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫിഗറാണ്. ആൻഡ് ഇറ്റ് ഇസ് സ്പേസ്ഡ് 3 മീറ്റർ അപ്പാർട്ട്. ഓക്കെ, അപ്പോൾ ഓരോ ബീമിൻ്റെയും സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് എന്ന് വെച്ചാൽ 3 മീറ്റർ ആണ്. ആൻഡ് ദ ഫിനിഷിംഗ് ലോഡ് ഇസ് ഈക്വൽ ടു 1 kN. അപ്പോൾ ഈ റൂഫിൽ നിന്നുള്ള അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ സെക്ഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതെങ്ങനെ വരയ്ക്കാൻ പറ്റും? ഇങ്ങനെ റൂഫ് ദാറ്റ് ഇസ് സപ്പോർട്ടഡ് ഓൺ എ ബീം സെക്ഷൻ. ഓക്കെ, ഒരു ഐ സെക്ഷൻ ഇങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ റൂഫ് സ്ലാബ്. ഓക്കെ, ഈ ഒരു സെക്ഷനാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. അപ്പം നിങ്ങൾക്കറിയാം ഇതൊരു ബീമാണ്. ഈ ഒരു ബീമിൻ്റെ കേസിൽ ഓക്കെ, സോ ഈ ഒരു ബീം ഇപ്പം നമ്മൾ ഈ ഒരു സെൻറ്ററിലുള്ള ഈ ഒരു ബീം മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബീമിൽ ഈ ഒരു സ്ലാബിൻ്റെ ഹാഫ് പോർഷനും ഓക്കെ ഹാഫ് ലോഡും അതുപോലെ ഈ ഒരു സ്ലാബിൻ്റെ ഹാഫ് ലോഡും ആയിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ ബീം ക്യാരി ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ആ ഒരു ബീമാണ് ഇവിടെ ഇപ്പോൾ എടുക്കുന്നത്. ആൻഡ് ഈ ഒരു ബീമിൽ ഈ പോർഷനാണ് സ്ലാബിൻ്റെ ഇത്രയും പോർഷൻസാണ് അത്രയും ലോഡായിരിക്കും ഈ ഒരു ബീമിലേക്ക് വരുന്നത്. ഓക്കെ, ഒരു ഇൻ്റർമീഡിയറ്റ് ബീം എടുക്കുമ്പോഴത്തേക്ക്. സോ ഈ ഒരു കേസാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ലോഡ് കാൽക്കുലേഷൻ. ഗിവൺ ഫിനിഷിംഗ് ലോഡ് ഇസ് 1 kN/m² ആൻഡ് ലൈവ് ലോഡ് ഇസ് 1.5 kN/m². അഗെയിൻ നമുക്ക് വേണ്ടത് സ്ലാബിൻ്റെ വെയിറ്റ് ആണ്. ഓക്കെ, സോ ഡെഡ് ലോഡും ഫിനിഷിംഗ് ലൈവ് ലോഡും ഫിനിഷിംഗ് ലോഡും തന്നിട്ടുണ്ട്. അഗെയിൻ ഈ സ്ലാബിൻ്റെ ഡെഡ് ലോഡാണ് നമ്മൾ എടുക്കേണ്ടത്. സോ ഈ സ്ലാബ് ഈ ഒരു പോർഷനാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദിസ് പോർഷൻ? ഇതെന്ന് വെച്ചാൽ 1.5 ആണ്. ഇവിടം വരെ 1.5 ആൻഡ് ഇവിടം വരെ നെക്സ്റ്റ് 1.5. ഓക്കെ, ടോട്ടൽ 3 മീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് പോർഷനാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ആൻഡ് ഇതിൻ്റെയും ഹാഫ് പോർഷനാണ് വരുന്നത്. സോ 1.5 + 1.5 which is 3 മീറ്റർ. 3 മീറ്റർ ആണ് ഈ ഒരു വിഡ്ത്ത്. അഗെയിൻ ദിസ് പാർട്ട് ഇസ് ഓക്കെ, ഇത് 8 മീറ്റർ. ഓക്കെ, ആൻഡ് അഗെയിൻ നമുക്കപ്പോൾ ഈ സെൽഫ് വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്താ വേണ്ടത്? സെൽഫ് വെയ്റ്റ് പെർ ലെങ്ത് ആണ്. ഓക്കെ, സോ സെൽഫ് വെയ്റ്റ് എങ്ങനെയാണ് കിട്ടുക? ദറ്റ് ഈസ് 3 ഇൻറ്റു ഡെപ്ത്. ഡെപ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 100 മീറ്റർ mm തിക്കാണെന്ന് തന്നിട്ടുണ്ട്. സോ B ഇൻറ്റു D ഇൻറ്റു 25 is the unit weight of concrete. Okay, so 3 into 0.1 into 25. 0.1 എന്ന് വെച്ചാൽ 100 mm തിക്കായിരുന്നു. ഓക്കെ, സോ അതിനെ 0.1 എന്ന് എഴുതാം. സോ യു ആർ ഗെറ്റിംഗ് സെൽഫ് വെയ്റ്റ്. ഇപ്പോൾ സ്ലാബിൻ്റെ വെയിറ്റ് കിട്ടി. സ്ലാബിൽ നിന്നുള്ള ലൈവ് ലോഡും ഫിനിഷിംഗ് ലോഡും തന്നിട്ടുണ്ട്. അഗെയിൻ നെക്സ്റ്റ് നമുക്ക് ഈ ബീമിൽ ഒരു സെൽഫ് വെയ്റ്റ് കാണും. ഓക്കെ, അത് എടുക്കുക. സോ അത് ഇവിടെ 1 kN/m ആയിട്ട് അസ്യൂം ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് വാല്യൂസ് വേണ്ടത് kN/m ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിനിഷിംഗ് ലോഡ് എന്ന് വെച്ചാൽ 1 kN/m². ഓക്കെ, സോ 1 kN/m² വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻറ്റു UDL. ഓക്കെ, അതിന് ടോട്ടൽ വിഡ്ത്തായിട്ട്, അതായത് ഈ ഒരു സ്ലാബ് പോർഷൻ്റെ ടോട്ടൽ വിഡ്ത്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ ലൈവ് ലോഡ് 1.5 kN/m² ആയിരുന്നു. അതിനെയും 1.5 ഇൻറ്റു 3. ഓക്കെ, 3 ഈസ് ദിസ് ലെങ്ത്. ഈ ഒരു ലെങ്ത് ആണ് 3 മീറ്റർ. ക്ലിയർ? ഈ ലെങ്ത് എന്ന് വെച്ചാൽ ഈ രണ്ട് സ്ലാബിൻ്റെയും ലെങ്ത് ആണ് 3 മീറ്റർ. ഓക്കെ, ഇവിടെ ഈ ഒരു സ്ലാബിൻ്റെ ഹാഫ് പോർഷനാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇതിൻ്റെ ഒരു ഹാഫ് പോർഷനും അതുപോലെ ഈ ഒരു സ്ലാബിൻ്റെയും ഹാഫ് ലോഡായിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ,
അപ്പോൾ ടോട്ടൽ 3 meter. Clear? Next is അതിനെ ഫാക്ടേർഡ് വാല്യൂ ആക്കുക. ദറ്റ് ഈസ് ടോട്ടൽ എടുത്തിട്ട് ഫാക്ടേർഡ് വാല്യൂ. ടോട്ടൽ എന്ന് പറയുമ്പോൾ 3 kilonewton meter, 4.5 kilonewton per meter, then self weight of this slab 7.5 kilonewton per meter, then self weight of beam 1. ഓക്കെ, അങ്ങനെ 16 kilonewton per meter എന്ന് വരും. അതിൻ്റെ ഫാക്ടേർഡ് വാല്യൂ എടുക്കുക. Again we have to find the design bending moment and shear force WL square by 8 and WL by 2. Okay, so ഇതിൽ values substitute ചെയ്യുക. That is W24 എന്ന് കിട്ടി into L square. L means effective length ആണ്. അപ്പോൾ ഇവിടെ clear span നമുക്കറിയാം. ഈ ഒരു ബീമിൻ്റെ clear span. ഓക്കെ, ഈ ബീമിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ ഇതാണ്. ഓക്കെ, സോ ഇത് എത്ര മീറ്ററാണ്? 8 meter ഇൻറ്റു ഈ ഇതിൻ്റെ ഹാഫ് വിഡ്ത്ത്. ഓക്കെ, വോളിൻ്റെ ഹാഫ് വാൾ തിക്നെസ്സും കൂടെ എടുക്കണം. ഓക്കെ, സോ ഇവിടെ വാൾ തിക്നെസ് പറയുന്നില്ല, ബട്ട് യു ക്യാൻ ടേക്ക് കൺസിഡർ ഇറ്റ് ആസ് ഒരു 300 എന്ന് എടുക്കാം. ഓക്കെ, 300 mm ആണ് വോൾ തിക്നെസ് എന്ന് എടുക്കാം. സോ 8 + 0.3/2 + 0.3/2 അതായിരിക്കും ഇഫക്റ്റീവ് ലെങ്ത്. അതായത് 8.3 ആയിരിക്കും ഇഫക്റ്റീവ് ലെങ്ത്. സോ ഫൈൻഡ് ദി മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്, ദറ്റ് ഈസ് WL square by 8 and maximum shear force WL by 2. Okay, so maximum bending moment M value to not 6.67 and V value is 99.6. Okay, again we have to find the total plastic section modulus required. ZPZ required is equal to M sigma M naught by Fy. So bending moment is to not 6.67 into 10 raised to 6 into 1.1 divided by 250. So 909 ആണ് കിട്ടുന്നത്. സോ 909 സെൻറ്റിമീറ്റർ ക്യൂബിനേക്കാളും ഹയർ ആയിട്ടുള്ള ഒരു സെക്ഷൻ മോഡുലസ് വരുന്ന ഒരു സെക്ഷൻ നമുക്ക് ചൂസ് ചെയ്യണം. ഓക്കെ, സോ ഐ ആം ചൂസിങ് ISMB അല്ലെങ്കിൽ ISLB സെക്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഫ്രം അനെക്സ് എച്ച്. ആൻഡ് ISMB 400 ആണ് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ ഡെപ്ത് ഓഫ് ദി സെക്ഷൻ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എടുത്ത് എഴുതുക ഫ്രം പേജ് 138. Okay, so depth of section, width of flange, thickness of web, RZ, RY, ZEZ, ZPZ. ഇത്രയും കാര്യങ്ങൾ എഴുതുക. Then SP6ൽ നിന്ന് IZZ, IYY and radius of root at root കിട്ടും. ഓക്കെ, ആ വാല്യൂസും ഇവിടെ എഴുതാം. നെക്സ്റ്റ് സെക്ഷൻ ക്ലാസിഫിക്കേഷൻ. സോ സെക്ഷൻ ക്ലാസിഫിക്കേഷൻ അതിന് പേജ് 18ൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ടേബിൾ ഓൺലി യു ഹാവ് ടു ക്ലാസിഫൈ ദി സെക്ഷൻ. സോ B/TF കാൽക്കുലേറ്റ് ചെയ്യുക. B is equal to BF by 2, that is 70/16, that is equal to 4.37. Okay, so 4.37 എന്ന വാല്യൂ that is less than 9.4 epsilon 1 ആണ്. So 4.375 is less than 9.4 and then D/TW is 340/8.9. Okay, depth of web calculate ചെയ്യുന്ന ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. that is total depth minus 2 times thickness of flange and radius at root. Okay, so D/TW എന്ന് വെച്ചാൽ 340/8.9, so 38.2 ആണ്, which is less than 84 and hence the section is plastic. Again D/TW ചെക്ക് ചെയ്യുക 67 എപ്സിലോണിനേക്കാളും ലോവർ ആണോ എന്ന്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് സക്സെപ്റ്റബിൾ ടു ഷിയർ ബക്ലിംഗ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ചെക്ക് ഫോർ ഷിയർ. ചെക്ക് ഫോർ ഷിയറിന് ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക ഫ്രം പേജ് 59 ക്ലോസ് 8.4. നമ്മൾ ചെയ്ത സിമിലർ സ്റ്റെപ്പ് തന്നെ. AV ഏരിയ ഷിയർ ഏരിയ ഈസ് ഈക്വൽ ടു H ഇൻറ്റു TW. H എന്ന് വെച്ചാൽ ടോട്ടൽ ഡെപ്ത് ഓഫ് ദി സെക്ഷൻ 400 and TW is 8.9. Okay, so അതിൽ നിന്ന് നമുക്ക് VPVD കിട്ടും and design shear strength is 467 ആണ് കിട്ടുന്നത്, which is greater than 99.6 and hence is safe. Okay, so ഇത് VD value and that is greater than V. Okay, hence the section is safe.
നെക്സ്റ്റ് ലോ ഷിയർ ആണോ ഹൈ ഷിയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. സോ 0.6 VD ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് യു ആർ ഗെറ്റിംഗ് 280 ആൻഡ് V ഈസ് ഈക്വൽ ടു 99. ഓക്കെ, സോ V ലെസ് ദാൻ 0.6 VD. സോ ദിസ് ഇസ് എ കേസ് ഓഫ് ലോ ഷിയർ. സോ ലോ ഷിയർ കേസ് ആണെങ്കിൽ നമ്മുടെ നോർമൽ മൊമെൻറ്റ് ഇക്വേഷൻ ഫ്രം ക്ലോസ് 8.2.1.2 പേജ് 53, that is MD is equal to beta B ZP Fy by gamma M naught. Okay, beta B എന്ന് വെച്ചാൽ 1 ആണ് for plastic section, Fy 250. So you can calculate the MD value. ZPZ ൻ്റെ വാല്യൂ ഓൾറെഡി ഈ ഒരു വാല്യൂ ആണ് ZPZ. So you are getting MD is 267 which is greater than M value. So MD greater than M ആയതുകൊണ്ട് സെക്ഷൻ സേഫ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു ചെക്ക് MD ഷുഡ് ബി ലെസ് ദാൻ 1.2 ZFy by gamma M naught for the case of simply supported B. സോ അതും ആ ഒരു കണ്ടീഷൻ കൂടെ ചെക്ക് ചെയ്യുക. സോ 267 ആണ് കിട്ടുന്നത് which is less than 278 and hence this is safe. Okay, next is check for deflection. Deflection check ചെയ്യാനായിട്ട് permissible deflection is L by 300, 8.3 into 10 raised to 3 by 300, that is 27.67. And actual deflection for a simply supported beam is 5 WL raised to 4 by 384 EI. Okay, so ഇതിൽ 5 into 16 into 8.3 into 10 raised to 3 raised to 4. So 16 ആയിരുന്നു നമ്മുടെ സർവീസ് ലോഡ്, വർക്കിംഗ് ലോഡ്. ഫാക്ടേർഡ് വാല്യൂ അല്ല, വർക്കിംഗ് ലോഡ് വാല്യൂ ആണ് എഴുതേണ്ടത്. ഓക്കെ, working load. So from this you are getting 24 and the which is less than the permissible value and hence the section is safe. Then web bearing check ചെയ്യുക. Equation 8.7.4 തന്നിട്ടുണ്ട്. B1 plus N2 into T W Fy W by gamma M naught. ഇവിടെ B1 100 എന്ന് assume ചെയ്യുക. N2 is equal to 2.5 TF by R1. ഓക്കെ, TF ആണ്. ഓക്കെ, അതിൻ്റെ ആയിട്ടുള്ള ചേഞ്ചസ് വരും. സോ ദിസ് ഇസ് ഓക്കെ, ഈ 57 എന്ന വാല്യൂ അല്ല, TF ആണ് ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കേണ്ടത്, TF പ്ലസ് R1. ഓക്കെ, സോ യു ആർ ഗെറ്റിംഗ്, സോ ഈ ഒരു വാല്യൂവിനും സ്ലൈറ്റ് ചേഞ്ച് ഉണ്ട്. സോ യു ആർ ഗെറ്റിംഗ് that value will be anyway greater than 99.6 and hence the section is safe. Okay, so the V value നേക്കാളും greater ആണ് W value and hence the section is safe. അപ്പോൾ നിങ്ങൾ ആകെ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ലാബ് തന്നിട്ടുണ്ട്, സ്ലാബിൻ്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. സോ ലോഡ് എടുക്കുന്നത് ആയിരുന്നു നോക്കേണ്ടത്. ലോഡ് എടുക്കുന്ന ആ ഒരു കേസിൽ മാത്രമാണ് കുറച്ച് കെയർ കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് ഷുഡ് ബി കെയർഫുൾ വൈൽ ടേക്കിംഗ് ദ ഹാഫ് ലോഡ് വേണം. 2 സ്ലാബിൽ നിന്നുള്ള ഹാഫ് ലോഡ് ആയിരിക്കും ആ ഒരു ബീമിൽ വരിക. ആൻഡ് അതിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. ഓക്കെ, ദെൻ സെൽഫ് വെയ്റ്റ് ഓഫ് ദി ബീം അത് 1 kN/m ആയിട്ട് അസ്യൂം ചെയ്യുക. ഓക്കെ, ഇങ്ങനെയായിരുന്നു ഈ ക്വസ്റ്റ്യൻ ചെയ്തത്.